തുടങ്ങാം. സാറുണ്ട് രേണുവിനോട് ചാറ്റ് ചെയ്ത് രേണുവിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ടോക്ക് പൊതുവെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് രേണുവിന് പറയാം? ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ഉത്തരം എന്താണ് പറയേണ്ടത്. അല്ല, ഏത് രീതിയിലാണ് രേണുവിന് അതിനൊന്നും രേണുസുതിയെ കിട്ടത്തില്ലെന്ന് ഈ പറയുന്നവർക്ക് പറയും. എനിക്കറിയില്ല എന്താ സംഭവം. ഇപ്പോൾ ഒരു പ്രൊമോഷൻ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിൻ്റെ ആവശ്യമുണ്ട്, പ്രോഗ്രാം ആവശ്യമുണ്ട്, മാനേജറെ കോൺടാക്ട് ചെയ്യുക. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്. അതിപ്പോൾ രേണു പറയണത് AI ആണെന്നത്. പ്രമോഷൻ, അയ്യോ പ്രമോഷനാണ്, AI ആണ്. ഞാനല്ല റിപ്ലൈ ഇട്ടത്. അത് റേറ്റിൻ്റെ കാര്യമാണ് ചോദിക്കണത്. ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റിൻ്റെ കാര്യം. ചായ കുടിക്കാൻ പോണേന് ഇപ്പം റേറ്റാ മീറ്റ് ചെയ്യണത് അത് വേറൊരു അർത്ഥത്തിലാണ്. ഇത്ര രൂപയാണ് എന്നുള്ളത് അറിയിച്ചതാണ് സംഭവം. മണിക്കൂറിനാണോ ഇനി ദിവസത്തിനാണോ എന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും അങ്ങനെ കൂടി കുറച്ച് പണം ഉണ്ടാക്കാനായിട്ട് രണാസുന തുനിയുന്നുണ്ട്. ആ ചാറ്റ് പുറത്ത് വന്നു. പിന്നെ എവളെ മൂട് താങ്ങികൾ കുറേ എണ്ണം ഉണ്ടല്ലോ. എന്ത് ചെയ്തായിരുന്നാലും നീ പണം ഉണ്ടാക്കുക, അതിൻ്റെ ഒരു വീതം ഈ മൂട് താങ്ങിയേക്കും കൂടി കിട്ടും. എനിക്ക് ഓർമ്മ പോലും ഇല്ല ചാറ്റ് എന്തുവാന്ന്. ഞാൻ അതിനകത്ത് എന്താ പറഞ്ഞത്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ അതിന് മുന്നേ ലൈവ് പോയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കാണണം, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം, മീൻസ് മീറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ ഉദ്ദേശിച്ച മീറ്റ് അല്ല, അത് വേറെ മീറ്റ്. ഒരു കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, ഒരു കോഫി കുടിക്കണം, ഒരു ഷേക്ക് കുടിക്കണം, ഒരു ചായ കുടിക്കണം. അയ്യോ, ഏതെല്ലാം രീതിക്കാണ്. AI ആണ് കേട്ടാ. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ AI കയറി മെസ്സേജ് ഇട്ടതാണ്. ഇവന് പോകണം, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണം, പൈസ തരണം. കറങ്ങാൻ പോണോ? പൈസ തരണം. പൈസ തന്നാലേ നമുക്ക് ചായ കുടിക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. പൈസ തന്നാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എവള് ഫുള്ള് ഇൻസ്റ്റാഗ്രാം ചാറ്റ് മാത്രമല്ല, വാട്സപ്പ് ചാറ്റുകളും ഇറങ്ങി. ഇതൊക്കെ എങ്ങനെ ലീക്കായത്? മാനേജർ ചോർത്തിയതാണ്. മാനേജർ ഞാൻ പറയാറുണ്ട് ലൈവില്, നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ ആ ചാറ്റ് കണ്ടില്ല, അത് എന്റെ ആണെന്ന് പോലെ എനിക്ക് ഡൗട്ടാണ്. മറ്റേ കോഴിത്തല കണക്ക് ആ സൈഡില് ചുമന്ന സാരി എടുത്തോണ്ടിരിക്കുന്നത് ആരാണത്? AI ആയിരിക്കും. പിന്നുംപുള്ള മെറ്റീരിയലും തന്നെ അല്ലേ? സമയോചിതമായ ഇടപെടലുകളിൽ വാക്കുകൾ മാറ്റുക. തള്ളല് ഭയങ്കര തള്ളലാണ്. അയ്യോ, ഒരുപാട് പേരിപ്പോൾ അടിച്ച് പിരിഞ്ഞു കേട്ടാ. നമ്മളാ പഴംപൊരി ദാസനും പ്രതീഷിൻ്റെയൊക്കെ ഭാര്യ, അവരൊക്കെ എന്തായാലും മിടുക്കികളാണ് കേട്ടാ. ഇപ്പം വിടുന്നില്ല. കള്ളും കുപ്പിയും പെണ്ണുപിടിയന്മാരും കള്ളും കുപ്പി അതിലിട്ട് അടിക്കൂലേ. അപ്പം അതോടുകൂടി മതിയായി. വേറൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് അത് പറയിക്കാനായിട്ട്. മഞ്ജുവാര്യരെ പോലെ ഭയങ്കരമായിട്ട് എന്താ പറയാ, പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒരു അയൺ ഗേളായിട്ട് രേണു മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചേച്ചിനെ പോലെ എന്ന് പറയല്ലേ അലിൻ ജോസ് പെരേരനെയും പിന്നെ വേറൊരാളുണ്ടല്ലോ ആറാട്ടണ്ണനെയൊക്കെ പോലെ പ്രതിസന്ധികൾ തരണം ചെയ്ത് അല്ലാതെ മഞ്ജു വാര്യരെ പറയില്ലേ. മഞ്ജു വാര്യരെ പറയണ എന്തെന്ന് മനസ്സിലായ? മഞ്ജു വാര്യർ ഡിവോഴ്സ് ആയി നിൽക്കുകയാണല്ലോ. ഓരോ പ്രശ്നങ്ങൾ അതുകൊണ്ട് അതുപോലെ അയൺ ലേഡി ആയിട്ട് വന്ന ഒരു ലേഡി ഈ രണാസുന എന്ന് പറയുന്ന ഒരു സാധനം തുണി പൊക്കി കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് കയറണത്. അയ്യാ, അത് പോട്ട് സ്വന്തം കഴിവ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം ഒരു മനുഷ്യന് വേണം. ഈ തുണി പൊക്കി കാണിച്ച് മുന്നേറി പണം ഉണ്ടാക്കുന്ന ഒരുത്തിയും മണിക്കൂറുകൾക്ക് റേറ്റ് പറയാനായിട്ട് മാനേജറെ കോണ്ടാക്ട് ചെയ്യാൻ പറയുന്ന ഒരു വ്യക്തി, അവളും ഈ മഞ്ജു വാര്യരെ ചേർത്ത് പറയല്ലേ. അത് ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല അന്തസ്സായിട്ട് അഭിനയിച്ച് മര്യാദയോടുകൂടിയാണ് ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത്. ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. ആ ഒരു ഇത് വെച്ചിട്ട് ഈ സാധനത്തിനെ പറയല്ലേ. എൻ്റെ പൊന്നു കുഞ്ഞമ്മ, രണ കുഞ്ഞമ്മ, ഒന്ന് നീ അവിടെ അടങ്ങിക്കടേ. മഞ്ജു വാര്യരെ വെച്ച് പറയാൻ നിനക്ക് ഒരു യോഗ്യതയില്ല. നിനക്ക് തുണി പൊക്കി കാണിച്ച് പണം ഉണ്ടാക്കണം, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. സബ്സ്ക്രിപ്ഷനിലൂടെ വന്നിരുന്നും കൊണ്ട് കുഞ്ഞു മക്കളാണത്. 13 വയസ്സായ ഒരു കൊച്ചിൻ്റെ അച്ഛൻ വരെ ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മകനും ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ഇത് കാണും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളാണ് നിൻ്റെ ഈ സബ്സ്ക്രിപ്ഷനിൽ കയറി കിടക്കുന്നത്. ഇവള് വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഇവള് ഷോർട്ട് ഫിലിമിലൊക്കെ കുറെ കിടന്ന് അഭിനയിക്കണമെന്നാണ് പറയണത്. നമുക്കറിഞ്ഞൂടെ. ആടണം എന്തോ കെട്ടിപ്പിടുത്തം. ഈ ഇതൊക്കെ
ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ശരിക്കും എന്തോ ഭയങ്കര സംഭവമായിട്ടാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. സെലിബ്രിറ്റി സെൽഫ് ഡിക്ലെയർഡ് സെലിബ്രിറ്റി മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കും. ഞാൻ സെലിബ്രിറ്റിയാണ്. ആൾക്കാർ കമന്റ് ഇട്ടാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ബോധമില്ലേ സ്വയം മനസ്സിലാക്കാൻ? പക്ഷേ മോശം. അത് ചോദിക്കണോമാരെ വേണം അടിക്കായി. കുഞ്ഞമ്മ അയൻകേളായിട്ട് വരണ കുഞ്ഞമ്മ. ഈ സ്ത്രീ ഒന്നുകിൽ ഒരു കാര്യം ചെയ്യണം. നീ സ്വന്തമായിട്ട് ഒന്നങ്ങോട്ട് ഇത് പബ്ലിക്കിൽ ഇടാതെ അങ്ങനെ ഒന്ന് കണ്ടു നോക്ക്. വീഡിയോസ് പറയണതൊക്കെ ഒന്നിരുന്ന് സ്വയം ഇരുന്ന് കണ്ടു നോക്ക്, മനസ്സിലാക്കും പ്ലീസ്. എന്നിട്ട് അതിന് മറുപടി പറയാൻ നിൽക്ക്. എന്നിട്ട് നീ മീഡിയയുടെ മുന്നിൽ പോയി നിന്നും കൊണ്ട് യവന്മാരിതും പൊക്കി പിടിച്ചോണ്ട് നടക്കുമല്ലോ നിന്റെ പിന്നാലെ, അവന്മാർക്ക് റീച്ചിന് വേണ്ടിയിട്ട്. എന്നിട്ട് പറയും മഞ്ജു വാര്യരെ പോലെ ഇരിക്കണ്, നയൻതാര ആരെ പോലെ ഇരിക്കും, നയൻതാരേ തമന്നേരെ വയറ്, പിന്നെ ആര് ഷക്കീലേരെ മൂട്, സിൽക്ക് സ്മിതേരെ ചുണ്ട്, ഇതൊക്കെ പറയും. നിന്നെ നാണം കെടുത്തണതാണ്, ഇളക്കണതാണ്. ഈ മണ്ടി ഇതൊക്കെ സത്യമാണെന്നങ്ങ് വിശ്വസിക്കും. അവന്മാർ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അവന്മാർക്ക് റീച്ച് വേണ്ടേ, അവന്മാർക്ക് വൈറലാവണ്ടേ? അതിനു വേണ്ടിയാണ് നിന്റെ പിന്നാലെ നടക്കണം. നീയാണെങ്കിൽ ഈ ഉള്ള വെച്ച് കെട്ടെല്ലാം കൂടി വെച്ച് വന്നാലും ഇങ്ങനെ തന്നെ കട്ടയ്ക്ക് പിടിച്ചു വേറെ വല്ലതാണെങ്കിൽ നിർത്തിട്ട് പോയേനെയാണ്. ഇതൊക്കെ കണ്ട അനുഭവിക്കാനുള്ള നമ്മളല്ലേ. എന്റെ പൊന്നു കുഞ്ഞമ്മ, നീ കളഞ്ഞിട്ട് പോ. അതാണ് പറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നീ പബ്ലിക് ആക്കാതിരി, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് മണ്ടത്തരം പറയാതിരി. നീ സ്വയമായിട്ടിരുന്നങ്ങ് കണ്ട് ഇതൊക്കുന്നതിന്. അപ്പം നിനക്കും ഇതൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് നിനക്ക് നെഗറ്റീവ് വേണം. ഇപ്പം ഇവക്ക് ഒരുപാട് ഇത് വ്യൂ കുറഞ്ഞു കേട്ടാ. ജനങ്ങൾ എവളെ ഇതൊന്നും കാണക്കോ ഇല്ല, എവളെ സപ്പോർട്ട് ചെയ്യക്കോ ഇല്ലേ. അതൊക്കെ 2-3 എണ്ണം ഈ കരിഷ്മ പറഞ്ഞതുപോലെ റേറ്റ് പറയണ അതിൻ്റെ പിന്നാലെ നടക്കണ 3-4 എണ്ണം. ചായയും വടയും. ചായ കുടിക്കാൻ പോവാനല്ലേ പൈസ ചോദിക്കണം. അത്രേ ഉള്ളൂ ചായ കുടിക്കാൻ. എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണ്, ഞാനത് കണ്ടുമില്ല, ശ്രദ്ധിച്ചു. എന്നോട് ഒരാൾ കണ്ടവരൊക്കെ പറഞ്ഞു പ്ലീസ് കോൺടാക്ട് മീ മാനേജർ. എടി പെണ്ണും പിള്ളേ, നീ ഈ സബ്സ്ക്രിപ്ഷനിൽ ഇരുന്നും കൊണ്ട് നീ ഊരി കാണിക്കണം. അതും കൂടെ AI ആണെന്ന് നീ പറഞ്ഞുണ്ടാക്ക്. അത് ഏതെങ്കിലും വീഡിയോ ലീക്ക് ആകുമ്പോ വന്ന് പൂരിപ്പിച്ചോളി. ഇതെനിക്കറിയില്ല എന്താ സംഭവം. ഒരു പ്രൊമോഷൻ പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷനാ. നിനക്ക് അങ്ങനെ ഇവിടെ പണം ഉണ്ടാക്കണം. അതിനു വേണ്ടി നീ മാനേജർ അടുത്ത് പറഞ്ഞു, എനിക്ക് അതിനും തയ്യാറ്. ആള് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് കാണാൻ എത്ര രൂപ എത്ര റേറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞ് ഡയറക്റ്റ് കണ്ട് അല്ലാതെയൊക്കെ ഒരു ദിവസത്തിനൊക്കെ ഇത്ര രൂപ എന്നുള്ള ഒരിതൊക്കെ വരുമല്ലേ, മണിക്കൂറുകളാ ദിവസത്തിനൊക്കെ ഇത്ര രൂപ. വടയും ചായയും കുടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. പിന്നെ അന്ന് പോയിട്ട് വന്നതിന് ശേഷം വളരെ ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. എന്തെങ്കിലും ചേട്ടായി വന്നു, ചേട്ടായി എനിക്ക് ചിക്കിങ് മേടിച്ചു തന്നു. ചിക്കിങ് എന്നാ പറഞ്ഞത്, ചിക്കിങ് മേടിച്ചു തന്നു. കുറേ സാധനത്തിലൊക്കെ കറക്കി. ഞാൻ വ്ലോഗ് കണ്ടില്ല കേട്ടോ. അത് അങ്ങോട്ട് പറയാണ്. അവര് ചോദിച്ചില്ല വ്ലോഗ് കണ്ടോ ഇല്ലയോന്ന്. അതിന് മുമ്പേ രേണു ചേച്ചി അങ്ങോട്ട് പറയാണ്. ബാക്കി ഇനി അവിടെ നിന്ന് തുടങ്ങിയാണ്. മനഃപൂർവ്വമാണോ കാണാത്തത്? ഒന്നും കാണാറില്ല. ഞാൻ ആരെയും കാണാറില്ല. പറയുന്ന ആ ഒരു ടോണൊക്കെ കണ്ട അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയാണ്. സ്വന്തം മകൻ കിച്ചുവും പിന്നെ ഋതപ്പനും. എന്റെ കണ്ണിൽ വന്നാലേ ഞാൻ കാണത്തുള്ളൂ. അല്ല, ഋതപ്പൻ എന്നാലും പുറത്തു പോയിട്ട് എങ്ങനെ എൻജോയ് ചെയ്തു? ഒരമ്മയ്ക്ക് എങ്ങനെ ഒരു അല്ല, കിച്ചുവിന്റെ വീഡിയോ കാണാനൊന്നും സമയമില്ലെന്നേ. അവക്കല്ലാതെ തന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പിന്നെയാണ് ഇനി കിച്ചുവിന്റെ വീഡിയോ ആണ്. എനിക്കറിയാം, അവൻ സന്തോഷിച്ചല്ലോ. എനിക്കത് കണ്ട് ആസ്വദിക്കേണ്ട കാര്യമൊന്നുമില്ല. സന്തോഷം. ബാറിലും അവിടെ എവിടെയൊക്കെ ഉദ്ഘാടനത്തിന് കറങ്ങാനും ചായ കുടിക്കാനൊക്കെ പോവായിരുന്നു. വട കഴിക്കാനും അല്ലാതെയുള്ള വേറുള്ള കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ പോണോണ്ട് സമയമില്ല. ഇപ്പൊ നിക്കറിടാറില്ല. പ്രൂഫ് ആണോ? പൊക്കി കാണിച്ചോടടി. നീ ഒരു കാര്യം ചെയ്, ഈ ചോദിക്കണോ. ഇപ്പൊ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, റൂമുകളൊക്കെ എടുക്കാം. എവിടെയും വിളിച്ചോണ്ട് പോയിട്ട് നിക്കറിടാറുണ്ടാ? നിക്കറിടാറില്ലേ? ഒറ്റയ്ക്ക് അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ട് നിൽക്കണം. ഇത് പരസ്യമായിട്ടാണോ ചോദിക്കണ? രേണു നിക്കറിടാറില്ലേന്ന്? വെറും മോശമാണ് കേട്ടാ നിങ്ങൾ ഇതേ കണക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ വെളിയിൽ കൊടുക്കണത്.
ഒരു പേരിലായിരുന്നു നിക്കർ ഇടാറില്ല അല്ല അതെ നിക്കറിടാറുണ്ട്. അയ്യോ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അരച്ച് കേറി. എടി നീ കാണിച്ചോട്, ഇപ്പൊ അവിടെ അങ്ങ് കഴിഞ്ഞില്ലേ. അത് നേരെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കാണിക്കണ്ട കേട്ടാ, ഒരുപാട് കുട്ടികൾ കാണണേണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കാണിക്കാതെ അല്ലാതെ പോയി കാണരുത്. വൃത്തികെട്ട ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ഇടാതിരിക്കണം. നിക്കർ എന്ന് പറഞ്ഞൊരു പേരുണ്ടായില്ലേ? അതുണ്ട്. അത് നിന്റെ കൈയിരിപ്പ് കൊണ്ട് കിട്ടിയാണ്. ജട്ടി വിധവ, നിക്കർ വിധവ, തെറിച്ചി, ഇതെല്ലാം നിന്റെ കൈയിരിപ്പ് കൊണ്ടാണ് കിട്ടിയത്. തെറിച്ചേച്ചി എന്നിട്ട് ആളിഞ്ഞ ചിരി നോക്കിയാ ഒന്നും പ്രശ്നമല്ലല്ലേ? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇതൊക്കെ പരസ്യമായിട്ട് കാണിച്ച് കിടക്കയല്ലേ അങ്ങ്. അത് ആരോ ഇങ്ങനെ പറയണേട്ട്, ഇങ്ങനെ വന്നിരുന്ന് ഇത്ര ദാരിദ്ര്യമൊന്നും ഇല്ല ഈ സബ്സ്ക്രിപ്ഷനിൽ. അവരൊക്കെ ചെയ്തവരായിരിക്കും, സബ്സ്ക്രിപ്ഷൻ ചെയ്തവരാണ്. അപ്പം അത് വന്നിരുന്നും കൊണ്ട് ഇവള് കുറച്ച് ഇങ്ങനെ കാണിക്കണോ എന്ന് ചോദിച്ചിട്ട്, വേണോ എന്ന് ചോദിച്ചിട്ട് ഇപ്പുറത്തോട്ട് കുറച്ചുകൂടെ ഇങ്ങനെ ഇനി കുറച്ചുകൂടെ കാണിക്കട്ടാ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. ഞാൻ കാണിക്കും എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ കാണിക്കും. കള്ളി. അപ്പോഴത്തേക്ക് കുറച്ച് പേരും കൂടെ കയറും. അയച്ചോ ഇനിയിപ്പം എന്നാ വിളിച്ചാലും നോ പ്രോബ്ലം, ഹാപ്പി. എൻ്റെ പൊന്ന് തള്ളേ, ഇതൊക്കെ ഒരസുഖത്തിനില്ല. നീ ഈ കാണിക്കുന്ന നിന്റെ ശരീരങ്ങൾ പരസ്യമായിട്ട് കാണിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഒറ്റയടിക്ക് തീരാന്നുള്ളതേ ഉള്ളു. നിങ്ങൾക്കറിയാലോ കമന്റ് എന്തൊക്കെയാ വിളിക്കുന്നത്, എന്തൊക്കെ വിളിക്കുന്നില്ല. എനിക്കിഷ്ടം അതൊക്കെ കേൾക്കുന്നത്. എല്ലാം കൂടെ തട്ടിയും പറക്കുകയാണ് സിനിമയെന്നും പറഞ്ഞും കൊണ്ട്. എന്തേരായിരുന്നു അമ്മാവൻ്റെ അമാനുഷികം, അമ്മാവന്റെ കുൽസിതം, അമ്മാവന്റെ കുൽസിതം, അമ്മാവന്റെ കുൽസിതം എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ സിനിമയെന്നും പറഞ്ഞുകൊണ്ടൊക്കെ എന്താ ഷോർട്ട് ഫിലിമാണോ സിനിമയാണോന്ന് അറിയാൻ വയ്യ. എന്തരാക്കെ വിളക്കും തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോറി ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. 2 ആണുങ്ങൾ കാണും, ഒരപ്പൂപ്പനും കാണും. കല്യാണം കഴിച്ച ആണുങ്ങളായിരിക്കും, അതിൽ അവിഹിതമായിരിക്കും, ഉള്ളു കെട്ടിപ്പിടിയായിരിക്കും. ഇതാണ് അതിൽ നടക്കണത്. ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഋതപ്പനെ എടുക്കാൻ പോകുമ്പോഴത്തേക്കുള്ള അനുഭവം കിച്ചു പറയുന്നുണ്ട്. തങ്കപ്പൻ ചേട്ടൻ കൊണ്ടുപോണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അമ്മയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അമ്മയെന്ന് പറഞ്ഞാൽ രണാസുനെ വിളിച്ചപ്പോൾ പറഞ്ഞ് കൊണ്ടുപോകാൻ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഈ കിച്ചു ഋതപ്പനെയും കൊണ്ട് പോവേണ് കറങ്ങാനായിട്ട്. അപ്പോഴും അവിടെ 2 വേറൊരുത്തി ഉണ്ടല്ലോ, മസിൽ പിടിച്ച് നിൽക്കണ, ശരീരം അനങ്ങാതെ തിന്നോണ്ടിരിക്കണത്. നഴ്സ്. ആ സാധനത്തിൻ്റെ 2 മക്കളും ഉണ്ടല്ലോ, കുഞ്ഞുമക്കൾ. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ വെച്ചിട്ട് ഈ പെണ്ണുപിള്ള വിടൂല. ഈ പെണ്ണുപിള്ള ഭയങ്കര പിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയ വഴിക്ക് മൊത്തത്തിൽ കിച്ചുവിനെ ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കാതെ കടന്ന് വിളിച്ചോണ്ടിരിക്കണം, ഫോൺ വിളി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ചോദിച്ച ഒരു പയ്യനുണ്ടല്ലോ, നിക്കറിട്ടിട്ടുണ്ടാന്ന് ചോദിച്ചല്ല രണാസുനേരടുത്ത്. നിനക്ക് അങ്ങനെ ചോദിക്കാം, നിന്റെ അമ്മേരെ പ്രായമുള്ള ഒരു സ്ത്രീ അല്ലേ? അമ്മുമ്മയുടെ പ്രായം, വയസ്സായ നമുക്ക് അറിഞ്ഞൂടാ. അമ്മുമ്മേരെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ നിക്കറിട്ടിട്ടുണ്ടാന്ന്? അപ്പോഴല്ലേ ആ അമ്മുമ്മയായ സ്ത്രീ അല്ലെങ്കിൽ അമ്മയായ സ്ത്രീ, ആ പ്രായത്തിലുള്ള ആ സ്ത്രീ പറഞ്ഞത് നിക്കറിട്ടിട്ടുണ്ടെന്ന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിനക്ക് ആ ക്യാമറ ഓഫ് ചെയ്തിട്ട് ചോദിച്ചാൽ എന്നാലും അവര് ക്ലിയർ ചെയ്ത് തരൂലേ? ചോദിക്കുമ്പോ രേണു പുളകിതയാവേണം. രേണുവിന് ഉന്മാദ ലഹരിയിൽ അലിഞ്ഞ അമ്മമ്മ. എന്നിട്ട് ആ അവിഞ്ഞ ചിരി എനിക്ക് സന്തോഷമായിരുന്നു. നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രമോഷൻ ആയിരുന്നു. സെനെ പോലെയുള്ള സെലിബ്രിറ്റികൾക്ക് വരുന്ന പ്രമോഷന്റെ റിപ്ലൈ ആണ് ആ കൊടുത്തത്. ചായ കുടിക്കാൻ പോണോ, നിങ്ങൾക്ക് കോഫി കുടിക്കാൻ പോണോ, ബീച്ചിൽ കറങ്ങാൻ പോണോ? എൻ്റെ മാനേജർ കരിഷ്മ കപൂറിന് മെസ്സേജ് ഇടൂ, നമുക്ക് കറങ്ങാൻ പോകും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ആദ്യം നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റേറ്റ് പറഞ്ഞതിന് ശേഷം പൈസ നിങ്ങൾ തന്നതിന് ശേഷം മാത്രമേ നമുക്ക് ചായ കുടിക്കാനും കോഫി കുടിക്കാനും ബീച്ചിൽ കറങ്ങാൻ പോകാനും പറ്റത്തുള്ളൂ. അല്ലാതെ റൂം എടുത്ത് ആ റേറ്റ് അല്ല പറഞ്ഞത്. അതല്ല ഏട്ടാ, അങ്ങനെയാണെന്ന് വിചാരിക്കില്ല. അത് AI ആയിരുന്നു. AI അത് രണാസുന അല്ല ആ മെസ്സേജ് ഇട്ടത്. വാട്സപ്പിലായിരുന്നാലും ഇൻസ്റ്റയിലായിരുന്നാലും ഒക്കെ ഇട്ട് പരസ്യമായതേ AI ആയിരുന്നു കേട്ടാ. നമ്മൾ രേണുസുദ്ധിക്ക് വേണ്ടി സംസാരിക്കാനാണ് വന്നത് കേട്ടോ. തെറ്റിദ്ധാരണ എല്ലാരും മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. അതുപോലെ നിങ്ങൾ ആരും നോക്കല്ലേ രണാസുന നിക്കറിട്ടിട്ടുണ്ടാന്ന്, അതൊന്നും പൊക്കി നോക്കരുത് കേട്ടാ, നാണക്കേടാണ് കേട്ടാ.